ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 പവർ ടു ദ പീപ്പിൾ എന്ന പാഠഭാഗത്തിലെ 119 മുതൽ 124 പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഗ്രാമസഭകളുടെ പ്രാധാന്യം, അധികാര വികേന്ദ്രീകരണത്തിൽ ഗാന്ധിയൻ ആശയങ്ങളുടെ പ്രസക്തി, അധികാര കേന്ദ്രീകരണം പ്രാവർത്തികമാക്കാൻ ഇന്ത്യയിൽ നിയോഗിക്കപ്പെട്ട വ്യത്യസ്ത കമ്മിറ്റികൾ, ഭരണഘടന നടത്തിയ ഇടപെടലുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാന ധർമ്മങ്ങൾ, ചുമതലകൾ എന്നിവയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവർണൻസ്? ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന യൂണിറ്റുകൾ ഏതാണ്? ആൻസർ, വില്ലേജസ്. നെക്സ്റ്റ് വൺ, what are the factors that have become the driving force behind the developmental progress of പൂക്കോട്ടുമല village? പൂക്കോട്ടുമല ഗ്രാമത്തിന്റെ വികസന പുരോഗതിക്ക് പിന്നിലെ ചാലകശക്തിയായി മാറിയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ, ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ഗ്രാമസഭാസ്, അതായത് ഗ്രാമസഭകളിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം. ദ പ്ലാനിംഗ് ആൻഡ് ടൈംലി ഇൻ്റർവെൻഷൻ ഓഫ് ഓഫീസേഴ്സ്, ഉദ്യോഗസ്ഥരുടെ ആസൂത്രണവും സംയോജിതവുമായ ഇടപെടലും. നെക്സ്റ്റ് വൺ, ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ പ്രതിബദ്ധത. തേർഡ് വൺ, വാട്ട് ആർ ഡിസ്കസ്ഡ് ഇൻ ഗ്രാമസഭാസ്? ഗ്രാമസഭകളിൽ എന്താണ് ചർച്ച ചെയ്യുന്നത്? ആൻസർ, ഡിസ്കഷൻസ് റിഗാർഡിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്ലേസ്, ദ ഡേ ടു ഡേ പ്രോബ്ലംസ് ഓഫ് ദ പീപ്പിൾ, അതായത് സ്ഥലത്തിൻ്റെ വികസനം സംബന്ധിച്ച ചർച്ചകൾ, ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ. നെക്സ്റ്റ് വൺ, ഹൂ പ്രിസൈഡ്സ് ഓവർ എ ഗ്രാമസഭ? ഒരു ഗ്രാമസഭയിൽ ആരാണ് അധ്യക്ഷനായിട്ട് വരിക? ആൻസർ, ദ പഞ്ചായത്ത് പ്രസിഡന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിസ്റ്റം ഇൻ സിറ്റീസ് വിച്ച് ഈസ് ഈക്വൽ ടു ഗ്രാമസഭാസ്? നഗരങ്ങളിലെ ഗ്രാമസഭകൾക്ക് തുല്യമായ സംവിധാനം എന്താണ്? ആൻസർ, വാർഡ് സഭ. നെക്സ്റ്റ് വൺ, ഹു ഈസ് ദ കൺവീനർ ഓഫ് ദ ഗ്രാമസഭ? ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ആൻസർ, വാർഡ് മെമ്പർ. നെക്സ്റ്റ് വൺ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഫങ്ഷനിങ് ഓഫ് ഗ്രാമസഭ. ഗ്രാമസഭകളുടെ പ്രവർത്തനത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ, ഫസ്റ്റ് പോയിന്റ്, a Gram Sabha is a committee that includes all who are enlisted in the voters list of each ward in every Grama Panchayat. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും ഓരോ വാർഡിലെയും വോട്ടർമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ് ഗ്രാമസഭ. നെക്സ്റ്റ് വൺ, ഇൻ ദ സിറ്റീസ് ഇറ്റ് ഈസ് നോൺ ആസ് വാർഡ് സഭ. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ ഗ്രാമസഭാസ് ദ ഡേ ടു ഡേ പ്രോബ്ലംസ് ഓഫ് പീപ്പിൾ വുഡ് ഓൾസോ ബി ഡിസ്കസ്ഡ് അപ്പാർട്ട് ഫ്രം ദ ഡിസ്കഷൻ ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലൊക്കാലിറ്റി. ഗ്രാമസഭകളിൽ പ്രദേശത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പുറമെ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളും ചർച്ച ചെയ്യും. നെക്സ്റ്റ് വൺ, ദ ഗ്രാമസഭ ഈസ് കൺവീൻഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 3 months. ഗ്രാമസഭ 3 മാസത്തിലൊരിക്കലെങ്കിലും ചേരുന്നു. നെക്സ്റ്റ് പോയിന്റ്, ദ ഗ്രാമസഭ ഈസ് ദ പ്ലാറ്റ്ഫോം ഫോർ എൻഷുറിംഗ് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ റൈറ്റ്സ് അമംഗ് സിറ്റിസൺസ്. പൗരന്മാർക്കിടയിൽ തുല്യ പദവിയും തുല്യാവകാശവും ഉറപ്പാക്കുന്നതിനുള്ള വേദിയാണ് ഗ്രാമസഭ. നെക്സ്റ്റ് പോയിന്റ്, ദ ഗ്രാമസഭാസ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ് ആൻഡ് ടു ടേക്ക് ഡിസിഷൻസ്. ഗ്രാമസഭകൾ പൊതുജനങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരമൊരുക്കുന്നു. നെക്സ്റ്റ് വൺ, ദ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിസൈഡ്സ് ഓവർ എ ഗ്രാമസഭ. പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നു. നെക്സ്റ്റ് വൺ, ദ വാർഡ് മെമ്പർ ഈസ് ദ കൺവീനർ ഓഫ് ദ ഗ്രാമസഭ. വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദ വിഷൻ ഓഫ് ഗാന്ധിജി കൺസേണിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജസ്. ഗ്രാമങ്ങളുടെ വികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് കണ്ടെത്തുക. ആൻസർ, ഫസ്റ്റ് പോയിന്റ്, അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ മേജർ നീഡ്സ് ഓഫ് ദ വില്ലേജ്. ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. നെക്സ്റ്റ് വൺ, മേക്ക് വില്ലേജസ് കംപ്ലീറ്റ് റിപ്പബ്ലിക്സ്. ഗ്രാമങ്ങളെ സമ്പൂർണ്ണ റിപ്പബ്ലിക്കുകളാക്കുക. നെക്സ്റ്റ് വൺ, ഇൻ്റർഡിപെൻഡൻറ്റ് വിത്ത് അതേഴ്സ് ഓൺലി വെൻ ഡിപെൻഡൻസ് ഈസ് എ നെസസിറ്റി. ആശ്രിതത്വം അനിവാര്യമാകുമ്പോൾ മാത്രം മറ്റുള്ളവരുമായി പരസ്പരാശ്രിതത്വം നടത്തുക. നെക്സ്റ്റ് വൺ, ദ മെയിൻ ഇൻട്രസ്റ്റ് ഓഫ് ദ വില്ലേജസ് ഷുഡ് ബി ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ദ ഈൽഡ് ഓഫ് കോട്ടൺ ഫോർ ക്ലോത്ത്. ഗ്രാമങ്ങളുടെ പ്രധാന താല്പര്യം ഭക്ഷ്യോൽപാദനവും തുണിക്കുള്ള പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം. നെക്സ്റ്റ് വൺ, കാറ്റിൽ ഷുഡ് ഹാവ് എ സെപ്പറേറ്റ് പ്ലേസ് ഇൻ ദ വില്ലേജ്. കന്നുകാലികൾക്ക് ഗ്രാമത്തിൽ പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ബോത്ത് അഡൽട്സ് ആൻഡ് ചിൽഡ്രൻ നീഡ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് റീക്രിയേഷണൽ ഫെസിലിറ്റീസ്. മുതിർന്നവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദ സൗകര്യങ്ങളും ആവശ്യമാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ലാൻഡ് ഷുഡ് ബി യൂസ്ഡ് ടു ഗ്രോ പ്രൊഡ്യൂസ്. വിളകൾ വളർത്താൻ ഭൂമി ഉപയോഗിക്കണം. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രാമസ്വരാജ് എൻവിഷൻഡ് ബൈ ഗാന്ധിജി? ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ,
ഫസ്റ്റ് പോയിന്റ് സെൽഫ് ഗവേണിംഗ് ഗവൺമെൻറ്, അതായത് സ്വയംഭരണ സർക്കാർ. നെക്സ്റ്റ് പോയിന്റ് കൺട്രി ക്യാൻ മേക്ക് പ്രോഗ്രസ് ഓൺലി ത്രൂ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ വില്ലേജസ്. ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയൂ. നെക്സ്റ്റ് പോയിന്റ് ആസ് ദ പവർ ഓഫ് പഞ്ചായത്ത് ഇൻക്രീസസ് പീപ്പിൾസ് വെൽഫെയർ ഓൾസോ ഇൻക്രീസസ്. പഞ്ചായത്തിൻ്റെ അധികാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് ജനക്ഷേമവും വർദ്ധിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് വില്ലേജസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ഡെമോക്രാറ്റിക് ഗവർണൻസ്. ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമങ്ങൾ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ? എന്താണ് അധികാര വികേന്ദ്രീകരണം? ആൻസർ, ഇൻ എ പൊളിറ്റിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ദാറ്റ് ട്രാൻസ്ഫർ ഓഫ് പവർ ലീഗലി ടു ദ പീപ്പിൾ ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് എക്സിക്യൂട്ട് ദം ഈസ് കോൾഡ് ദ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അവ നടപ്പിലാക്കുന്നതിനുമായി ജനങ്ങൾക്ക് നിയമപരമായ അധികാരം കൈമാറുന്നതിനെ അധികാരത്തിൻ്റെ വികേന്ദ്രീകരണം എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് സെൻട്രലൈസേഷൻ ഓഫ് പവർ? എന്താണ് അധികാര കേന്ദ്രീകരണം? ആൻസർ, ദ പവർ ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് എക്സിക്യൂട്ട് ദം ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഈസ് സെൻറ്റേർഡ് ഓർ സം people is matters is centered on some people is called centralization of power. Here the common people comparatively do not get the opportunity to become a part of administrative affairs. ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചില വ്യക്തികളിൽ കേന്ദ്രീകൃതമാണ്. അതിനെയാണ് അധികാര കേന്ദ്രീകരണം എന്ന് വിളിക്കുന്നത്. ഇവിടെ താരതമ്യേന സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളുടെ ഭാഗമാകാനുള്ള അവസരം ലഭിക്കുന്നില്ല. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ? അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്, പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. നെക്സ്റ്റ് വൺ, ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്, വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകണം. നെക്സ്റ്റ് വൺ, വിമൻ ആൻഡ് ദ മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്, സ്ത്രീകൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃത്വവും ഭരണപരിചയവും ലഭിക്കും. നെക്സ്റ്റ് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലോക്കൽ എക്കണോമിക്, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. നെക്സ്റ്റ് പോയിന്റ്, കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ, സാധാരണക്കാർക്ക് ഭരണത്തിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി പേജ് നമ്പർ 121 നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് കൺവീൻ എ ക്ലാസ് സഭ എന്നതാണ് ഹെഡിങ്. അതിന് തൊട്ട് മുകളിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മോഡലിൽ ഒരു ക്ലാസ് സഭ നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു മോഡൽ നോക്കാം. അതിൽ ഇമാജിനിങ് യുവർ സ്കൂൾ ആസ് പഞ്ചായത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിം പഞ്ചായത്തിൻ്റെതായിട്ട് ആ ഒരു സ്പേസിൽ കൊടുക്കുക. ഞാനിവിടെ GUPS സ്കൂളിൽ നിന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, സ്ഥലമൊന്നുമില്ല. ദെൻ നെക്സ്റ്റ് വൺ, നോട്ടീസ് ഓഫ് ദ ക്ലാസ് സഭ എന്ന് ഹെഡിങ് കൊടുക്കണം. അത് കഴിഞ്ഞ് മാറ്റർ കൊടുക്കാം നമുക്ക്. ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു കൺവീൻ എ മീറ്റിംഗ് ഓഫ് ദ ക്ലാസ് 7 ഓഫ് ദ GUPS സ്കൂൾ ഓൺ ഡേറ്റ് ടൈം അറ്റ് ദ സ്കൂൾ ഓഡിറ്റോറിയം ടു ഡിസ്കസ് ദ ഫോളോയിങ് അജണ്ട. ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ക്ലാസ് 7 ആർ റിക്വസ്റ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മീറ്റിംഗ്. അത് കഴിഞ്ഞ് നമ്മൾ നോട്ടീസ് തയ്യാറാക്കുന്ന ഡേറ്റും ആ ഒരു GPUs എന്നുള്ള ആ ഒരു ഇതും കൊടുക്കുക. അത് കഴിഞ്ഞിപ്പുറത്ത് ക്ലാസ് ലീഡർ ക്ലാസ് 7. ദെൻ അടിയിലായിട്ട് അജണ്ട കൊടുക്കുക. നമ്മൾക്ക് എന്തെല്ലാമാണ് അതിന് മീറ്റിങ്ങിൽ വരുത്തേണ്ട അജണ്ട അതാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ ചേഞ്ചസ് ഫോർ മേക്കിംഗ് ദ ക്ലാസ് റൂം ചൈൽഡ് ഫ്രണ്ട്ലി, ആക്ടിവിറ്റീസ് ഫോർ ദ ക്ലീൻലിനെസ് ഓഫ് ദ സ്കൂൾ പ്രിമൈസസ്, അവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ചേഞ്ചസ് ടു ബി മെയ്ഡ് ഫോർ എ ഡിഫറൻ്റ്ലി ഏബിൾഡ് ഫ്രണ്ട്ലി സ്കൂൾ, അവൈലബിലിറ്റി ഓഫ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താം. നിങ്ങളുടെ ക്ലാസ് ഇപ്പോൾ ക്ലാസ് 7 ഡിവിഷൻ ഉണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാം. അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇതുപോലൊരു മോഡൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്സ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ടിൽ ദെൻ ബൈ.